ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊരു പെട്ടെന്നൊരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞാനും ഹസ്ബൻഡും ബേബിയും ഞങ്ങളുടെ കൂടെ ഏട്ടൻ്റെ ഫ്രണ്ടും അവരുടെ ഫാമിലിയും കൂടിയിട്ടാണ് പോകുന്നത്. ഈ ടോപ്പ് സ്റ്റുഡിയോ ഒന്ന് മേടിച്ചതാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല സാധനമാണ്. പിന്നെ ഞങ്ങൾ ഈവനിങ് ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പുറത്ത് വരിങ്ങനെ രണ്ടുപേരും കൂടെ നടക്കുക. നെല്ലിയാമ്പതിക്ക് വന്നിട്ടുള്ള ഒരു കുഞ്ഞി വ്ളോഗാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആയിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇൻട്രോ തന്നെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ വന്നിട്ടുള്ള റിസോർട്ടിൽ വെച്ചിട്ടാണ്. എന്താണ് ITL അങ്ങനെ എന്തോ ഒരു റിസോർട്ടാണ്, പേര് കറക്റ്റല്ല, ഞാൻ മെൻഷൻ ചെയ്യാം. ITL അല്ലേ, ITL റിസോർട്ടാണ്. കുഴപ്പമില്ല, അത്ര വാവുന്നൊന്നും പറയാനൊന്നുമില്ല, കുഴപ്പമില്ല അത്രേനുള്ളൂ. പക്ഷെ നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിന് പോരാ. പിന്നെ ക്ലീനൊക്കെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, കുറച്ചും കൂടെ ശ്രദ്ധിക്കാം എന്ന് തോന്നുന്നു, വൃത്തീൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കണു. ഇവിടെ ഫുഡൊക്കെ പ്രൊവൈഡഡ് ആണ്. ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ നൈറ്റ് കുറച്ച് ലേറ്റായി. അപ്പോൾ എന്താ നമ്മൾ കഴിച്ച് ഞങ്ങൾ ചപ്പാത്തി ബീഫ് ആണ് ഓർഡർ ചെയ്തത്. പിന്നെ വേറെന്താ, ഫ്രൈഡ് റൈസൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ മോർണിംഗ് പുട്ടും കടലക്കറിയും ഉണ്ട്. വേറെ എന്തൊക്കെയോ 1-2 സാധനങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ പൂരിയും മസാലയുമാണ് വാങ്ങിച്ചത്. പിന്നെ മോർണിംഗിൽ ടീ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. അതേപോലെ ബേബിക്ക് പാല് അതൊക്കെ ഇവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് അത്ര പോരാന്നൊന്നുമില്ല, നല്ല ഫുഡാണ് കേട്ടോ, അത്യാവശ്യം നല്ലതാണ്. ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ വന്നത്, പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. ഇനി ബാക്കി പോകുന്ന സ്ഥലമൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നെല്ലിയാമ്പതിക്ക് ഈ ഒരു മഴക്കാലത്ത് പോയി കഴിഞ്ഞാലേ ഭയങ്കര തണുപ്പാട്ടോ, ഭയങ്കര തണുപ്പും. അതേപോലെ തന്നെ എല്ലാ മൃഗങ്ങളും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം മോർണിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. റിസോർട്ടിൻ്റെ പിന്നാലെ ഇങ്ങനെ ബാക്ക് സൈഡ് റൂമിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നിട്ട് കണ്ടോ, കാട്ടുപന്നികളൊക്കെ വന്നിട്ട് കൂട്ടത്തോടെ കേട്ടോ വരുന്ന. ഒരു പേടിയില്ല മനുഷ്യന്മാരെ കാണുമ്പോൾ. ഞാനവിടെ ഫുഡ് ഇട്ട് കൊടുത്തതാണ് അതിന്, അതിരുന്ന് ഫുഡ് കഴിക്കുകയാണ് നമ്മുടെ മുന്നിൽ നിന്നിട്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി കേട്ടോ. ഈ ഒരു ടൈമിൽ പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നെക്സ്റ്റ് ഐറ്റംസ് വരുന്നത് മങ്കീസാണ്. ഇവരിങ്ങനെ ഫാമിലി ആയിട്ട്, ഞാൻ 1-2 ആൾക്കാരെ ഷൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്, നിരയായിട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള റിസോർട്ടിൻ്റെ ഉള്ളിലത്തെ സ്ഥലം. നമ്മൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ, നമ്പർ 3-ലാണ്. കുഴപ്പമില്ല, അത്ര അതൊന്നും പറയാനില്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. കുഴപ്പമില്ല. ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാനൊരു ഇതുണ്ട്. എന്താ ഫാന്, കാര്യങ്ങൾ, തിങ്സൊക്കെ വെക്കാൻ, ഡ്രസ്സിങ് യൂണിറ്റ് ഇതുപോലെ. അടിയിലൊരു ടേബിളാണ് കേട്ടോ, അത് കുഞ്ഞ് ടീപ്പോയാണ്, TV കേബിൾ കണക്ഷൻ ഉണ്ട്. ഇന്നലെ വർക്കായി, ഇന്ന് വർക്കാവണില്ല. അതൊക്കെ തന്നെ. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ നമുക്ക്. മോർണിംഗ് ആകുമ്പോൾ ഒരുപാട് ജീവികളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഡ്രസ് ബ്ലാക്കാണ്. ഇതും സ്റ്റുഡിയോ ആണ്. ഹലോ, ഹായ് പറയൂ ഏതു. ഹായ്, ഹലോ, ഹൗ ആർ യു ചോദിക്കൂ. ഹൗ ആർ യു. കേശവമ്പാറ എവിടെ? കേശവമ്പാറ ആ ഫാക്ടറിക്ക് കൊടുക്കാറ്.
ഹലോ പറ. ഹായ്. ഇതാണ് നമ്മൾ പോകുന്ന സ്ഥലം. ഇതിന് പേരെന്താണ്? കേശവൻപാറ. കേശവൻപാറ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 400 മീറ്ററോളം നടക്കാനുണ്ട്. പക്ഷെ നടക്കാമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നടക്കാൻ. കേശവൻപാറയ്ക്ക് പോകുന്ന ആൾക്കാർ എന്തായാലും കുറച്ച് നേരത്തെ പോകാട്ടോ, രാവിലെ. അപ്പോഴാണ് ഈ ഒരു കോടയും മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. സൂപ്പറാണ്. ഒരു കുടയൊക്കെ വേണമെങ്കിൽ കയ്യിലെടുക്കാം. മഴക്കാലത്ത് പോവുകയാണെങ്കിൽ സൂപ്പറാണ്. അവിടെ നടന്നെത്തിക്കഴിഞ്ഞാൽ ഇതങ്ങനെയാണ് സൈറ്റ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. നമുക്ക് പറയുമ്പോൾ വെറും ഒരു പാറ പോലെ തോന്നിയാലും ഇറ്റ്സ് നോട്ട് എ പാറ. അത് ഫുള്ളായിട്ട് ഭയങ്കര കോട നിറഞ്ഞിട്ട് ഇങ്ങനെ മൂടി കിടക്കുകയാണ്. ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. പാലക്കാട്ടിൽ ഇങ്ങനെ അടിപൊളി സ്ഥലമൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പോഴാണ് ഭയങ്കര അത്ഭുതമൊക്കെ തോന്നിയിട്ടോ. പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പോയിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ പോകാം. തലയൊക്കെ ലേശം വെള്ളം നനയുണ്ട് കേട്ടോ. നനവ് പോലായി മുടിയൊക്കെ. അടിപൊളി സ്പോട്ടാട്ടോ. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ഞാൻ. നമ്മുടെ പാലക്കാട് ഇത്ര അടുത്ത് ഇത്ര അടിപൊളി സ്പോട്ടുകളൊക്കെ ഉണ്ടാവും. സൂപ്പറാ. എന്തായാലും അധികം ട്രാവലിംഗ് ചെയ്തിട്ടില്ലാത്തൊരാളാണ് ഞാൻ. ചെറുപ്പത്തൊന്നും അധികം അങ്ങനെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി നിങ്ങളെ അടിപൊളി സ്പോട്ടിലേക്കൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കണം. സൂപ്പറാ ഗൈസ്. പിന്നെ മെയിനായിട്ട് ഇവിടെ മഞ്ഞ്, ആ കോട ഇറങ്ങിയിരിക്കുന്നതുകൊണ്ടാട്ടോ ഒന്നുകൂടെ അടിപൊളിയായിട്ട് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ ഇത്രയ്ക്കൊരു പൊളി ഫീല് തോന്നില്ല. ഫുള്ള് കോടയാണ് കേട്ടോ. എൻ്റെ ക്യാമ ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു ഫോണായതുകൊണ്ട് അതിൽ ഇത്രത്തോളെ കിട്ടുള്ളൂ. നല്ല പിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇനി അത് കൂടെ നടന്നു പോകുമ്പോൾ ഫുള്ള് തവളപ്പൊട്ടാണ്. കുഞ്ഞു തവളയുടെ കുട്ടികളില്ലേ, അത് ഇഷ്ടം പോലെ അവിടെ ഉണ്ടാവും. കാലിൽ ചവിട്ടാതെ നോക്കണം കേട്ടോ, കാരണം അത്രത്തോളം ഉണ്ടാവും. അതിങ്ങനെ നമ്മൾ നടക്കുമ്പോഴൊക്കെ ചാടി പോകും. അതിൻ്റെ അപ്പുറത്തൊരു കുളം പോലത്തെ സെറ്റപ്പാണോ അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ ആരും അതിലേക്ക് പോയി ഇറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. ആരും ഇറങ്ങുകയൊന്നും ചെയ്യരുത്. ഈ ഒരു സംഭവമാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്. രാവിലെ കാണാൻ നല്ല ഭംഗിയാണ്. ആ മഞ്ഞിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കണ കാണാൻ. അടുത്ത സ്പോട്ട് നമ്മളൊരു തൂക്കുപാലം കാണാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. തൂക്കുപാലത്തേക്ക് പോകാനുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറേ ദൂരം പോകണം. അതിന് ശേഷം എങ്ങനെയോ അവിടെ എത്തിപ്പെട്ടു. അവിടെ എത്തിയാൽ സ്നാക്സോ ഫുഡൊക്കെ കയ്യിൽ വയ്ക്കുക കുട്ടികളുള്ളവർ. കാരണം അവിടെ ഒരേ ഒരു ചെറിയൊരു കട എന്തോ ഉള്ളൂ കേട്ടോ, സ്നാക്സിൻ്റെയൊക്കെ ആയിട്ടുള്ളത്. പിന്നെ അതൊക്കെ പോയി കണ്ടു. തൂക്കുപാലത്തിലൊക്കെ ഇങ്ങനെ നടന്നു. അത്ര തന്നെ ഉള്ളൂ. തൂക്കുപാലത്തിൽ ജസ്റ്റ് ഇതുവരെ അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, ദാറ്റ്സ് ഓൾ. അതിന് ശേഷം പിന്നെ നമ്മൾ എന്തോ ഒരു ഗാർഡൻ പോലത്തെ സെറ്റപ്പിലേക്ക് പോയത്. എൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ഈ കുറേ പ്ലാന്റേഷൻസും പലതരത്തിലുള്ള ചെടികളും അതും ഇതൊക്കെ ആയിട്ട് ഓറഞ്ചിൻ്റെ തോട്ടങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കാണാൻ പോയി. പിന്നെ ഓറഞ്ച് ഫ്രൂട്ടായിട്ട് അവിടെ കണ്ടില്ല, കാരണം സീസൺ അല്ല തോന്നുന്നു. അങ്ങനെ വേറെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു. പൂക്കൾ പൂക്കും ഇനി അവിടെ നിന്ന് സൂക്ഷിക്കണേ, ഹൈറ്റ് ഉണ്ട്. പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇതാണ് കേട്ടോ. താമരയല്ലേ ഇത്, ആമ്പൽ ഇതാണ് കേട്ടോ. കുളമ്പ് അവിടെ കാണില്ല, വെള്ളം ഫുള്ളതാണ്. വാട്ടർ ലില്ലിയുടെ പോണ്ടാണ് കേട്ടോ അത്. നല്ല രസമല്ലേ കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ, ഞാൻ വന്നിട്ടില്ല.
അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ബേബീസ് കുട്ടികളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ ഒരുപാട് കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ വലിയവർക്കുള്ള സൈക്ലിംഗ് ഉണ്ട്, സ്കൈ സൈക്ലിങ്ങോ ആ സംഭവം ഉണ്ട്. പിന്നെ വേറെ ഒന്നും കൂടി ഇല്ലേ, എന്താ ഗ്ലൈഡിങ്, അങ്ങനെ പോവില്ലേ, പാരാഗ്ലൈഡിങ്ങോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട്. ഞങ്ങൾ അതിലൊക്കെ പോവായിരുന്നു കേട്ടോ. ഹലോ, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് താങ്ക് യു സോ മച്ച്. ഞാൻ ലാസ്റ്റ് ഞാനൊരു മങ്കി അറ്റാക്കിനെ കുറിച്ച് തംബ്നെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി വന്ന ആൾക്കാരാണെങ്കിൽ മങ്കി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനുള്ള സംഭവങ്ങളൊന്നും നമുക്കുണ്ടായിരുന്നില്ല, അതിനുള്ള ധൈര്യം നമുക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് പെട്ടെന്നൊരു മങ്കി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ക്യാമറയും മുക്കി നടക്കില്ലല്ലോ. പിന്നെ ഞാനത് ഇങ്ങനെ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു തിരിച്ചു വരുന്ന സമയത്ത് നെല്ലിയാമ്പതിയിൽ നിന്ന് നമ്മൾ റിട്ടേൺ വരുന്ന സമയത്ത് ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പുറത്തെ സൈഡ് ഫുൾ മലയും അങ്ങനെ ചെടികളൊക്കെയാണ്. അപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബേബീനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു. ആൻഡ് മറ്റേ ഫാമിലി, ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലിയിൽ അവരുടെ ഹസ്ബൻഡ്, ആ ചേട്ടൻ കാറിലുണ്ടായിരുന്നു. ആൻഡ് ഷഫ്നല്ലേ ആ കൂടെ വന്ന അവരുടെ വൈഫ്, അപ്പോൾ അവളും അവരുടെ മോനും കൂടെ കുറച്ചപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു അരുവി പോലെ, അതിൽ കൂടെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാമ്പഴം എന്താ വാങ്ങിച്ചത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഫുൾ വലിയ വലിയ കുരങ്ങന്മാരും മങ്കീസും ഇങ്ങനെ അത് കൂടെ പാസ് ചെയ്ത് നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ തട്ടിപ്പറിച്ച് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള സാധനങ്ങളാണത്. പിന്നെന്താ, നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് ആദ്യം നമ്മളെ തട്ടിയിട്ട് ഇങ്ങനെ ഇതാക്കാൻ നോക്കി, വേഗം ഗ്ലാസ്സൊക്കെ കയറ്റി. പിന്നെ ആളങ്ങനെ നടന്ന് പോയാൽ മതി. ആ സമയത്താണ് പിന്നെ നടന്ന് അപ്പുറത്ത് പോയപ്പോൾ അപ്പുറത്ത് കുറേ ചേട്ടന്മാർ വന്നിട്ട് ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്നാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സാധനത്തിൽ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല, അത് പോയി എന്ന് വിചാരിച്ചു. ആ സമയത്താണ് ഈ പോയ ഷഫ്നയും കുട്ടിയും കൂടെ റോഡ് ക്രോസ് ചെയ്ത് തിരിച്ച് ആ കവറിൽ പഴുത്ത മാമ്പഴമായിട്ട് വരുന്ന നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് നോക്കുമ്പോൾ മങ്കീൻ്റെ ഒരു സൗണ്ടും ചാടി മേത്തേക്ക് ചാടാൻ വരുന്ന ഒരു സീനും അവിടെ ഉണ്ടായി. ആ സമയത്ത് ഈ മങ്കി മാമ്പഴം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവളെ വണ്ടിയുടെ ബാക്കിൽ ഓടി വരിക, ഞാൻ അവളുടെ ബാക്കിലുണ്ട്, ഞാൻ പിന്നാലേക്ക് ഓടുക, അവളെ വലിക്കുക. അപ്പം ഞാൻ ആ മാമ്പഴത്തിനാണ് അത് വന്നിരിക്കണമെന്ന് മനസ്സിലായിട്ട് ഞാൻ വേഗം മാമ്പഴം അങ്ങോട്ട് എറിയെന്ന് പറഞ്ഞാൽ ഇവള് ടെൻഷനായിട്ടാണ് എന്താണെന്ന് അറിയില്ല, അത് എറിയണമില്ല. അങ്ങനെ ഭയങ്കര ഒരു സീനായിട്ടോ. പെട്ടെന്ന് ആ മോനില്ലേ, ഷഫ്നയുടെ ആ ഫ്രണ്ടിൻ്റെ മോൻ, അവൻ കൈ ഇങ്ങനെ കൊതറി പേടിച്ചിട്ട് അപ്പുറത്തേക്ക് ഓടി. മങ്കി അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പിന്നിലേക്ക് ഓടും. അങ്ങനെ ഭയങ്കര ഒരു സീനായിപ്പോയി. പിന്നെ ഞങ്ങൾ വണ്ടി നടുക്കുള്ളതോട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ആകെ അപ്പം ആ സമയത്ത് എന്തൊക്കെയോ സംഭവിച്ചു. സത്യം പറഞ്ഞു ഒരുപാട് പേടിച്ചു. പിന്നെ കുട്ടികളെ കാണുമ്പോഴാണ് അത് ഭയങ്കര അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നിട്ട് ആ സമയത്ത് എൻ്റെ ഏട്ടൻ എൻ്റെ കുട്ടീനെയും എൻ്റെ ബേബിനെയും കയ്യിൽ വെച്ച് നിൽക്കുകയാണ്. ആള് ദേഷ്യം വന്നിട്ട് കാറിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ചുറ്റി വന്ന് ആ മങ്കിക്ക് കാല് വെച്ചിട്ട് ഒറ്റൊരു ചവിട്ടങ്ങൾ കൊടുത്തു. അത് ആ റോഡിൻ്റെ അപ്പുറത്തേക്ക് ചാടിപ്പോയിട്ട് വീണ്ടും അതിങ്ങടെ ഒരുപാട് കൂടുതൽ അഗ്രസീവായിട്ട് ഏട്ടൻ്റെ നേരിക്ക് ഇങ്ങനെ ചാടി കടിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ തുടങ്ങിയത്. ഭയങ്കര ദേഷ്യം വന്നതിന്. സാധാരണ നമ്മൾ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് ഓടിപ്പോകുകയല്ലേ ചെയ്യും. പക്ഷേ ഈ സംഭവം അങ്ങനെ അല്ല ചെയ്യും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഏട്ടൻ്റെ കയ്യിലാണെങ്കിൽ കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം ബാക്കിയുള്ളവർ വണ്ടിയിൽ വേഗം കയറൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഷൗട്ട് ചെയ്യലും അങ്ങനെ. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും വേഗം വണ്ടി പതുക്കെ തുറന്നിട്ട് വേഗം ഉള്ളിലേക്ക് ചാടി കയറിയിട്ട് അവിടെ നിർത്തിയെന്നില്ല, വേഗം വണ്ടി എടുത്ത് ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കാതെ വരിക ചെയ്തിട്ടോ. കാരണം മങ്കീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ. നമ്മൾ കാണുന്ന പോലെ ചെറിയ മങ്കീസ് ഒന്നുമല്ല. ആ വന്ന സംഭവം ഭയങ്കര സൈസുള്ളൊരു മങ്കിയാണ്. അതിൻ്റെ പല്ലൊക്കെ എനിക്ക് തോന്നുന്നു ഈ പുലിപ്പല്ലിൻ്റെ മാലയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലത്തെ വലിയ പല്ലൊക്കെ ഈ സൈഡിലായിട്ട് അതിനിങ്ങനെ ഒരു പല്ലുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളിലേക്കൊക്കെ പോകുമ്പോൾ മങ്കീസിൻ്റെ അടുത്ത് ഇങ്ങനെ കൂളായിട്ട് ആരും പോകാൻ നിൽക്കണ്ട. വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണത്. ആൻഡ് ഭയങ്കര അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന സാധനങ്ങളാണ്. കുറേ മങ്കീസൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കണ്ടത് ഭയങ്കര അഗ്രസീവായിട്ട് ഭയങ്കര ദേഷ്യമുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മങ്കിയാണ്. അപ്പോൾ
എല്ലാവരും എസ്പെഷ്യലി നെല്ലിയാമ്പതി പോയി തിരിച്ചു വരുമ്പോൾ ആ സ്പോട്ടിൽ വണ്ടി നിർത്തുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സേഫായിട്ടിരിക്കുക. കയ്യിലൊരു വടിയോ എന്തെങ്കിലും വെച്ച് നിൽക്കുക. വടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അതങ്ങനെ പേടിച്ചിട്ട് വരാറില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ അവിടെ ആ വടിയൊന്ന് കയ്യിൽ വെക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അപ്പം പോയില്ല ഞങ്ങൾക്ക്. അങ്ങനെ ഉണ്ടായി. തിരിച്ചു വരുമ്പോൾ ഭയങ്കര അങ്ങനെ ഒരു ട്രാജഡി പോലെ ഭയങ്കര ടെൻഷൻ ആക്കുന്ന, അതുവരെ കാമൻ കൂളായിട്ട് നമ്മൾ ട്രിപ്പൊക്കെ പോയി എൻജോയ് ചെയ്തിട്ടൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായി. എന്തായാലും അത് നമ്മളെ ലൈഫിൽ എന്തായാലും മറക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സ് ഒന്നും നമുക്ക് കിട്ടിയില്ല. കാരണം ആരും ആ സമയത്ത് ഞാൻ പോലും ഒരു വീഡിയോ പോലും ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ടായില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാവരുടെയും ഞാൻ അവിടെ കുറച്ച് ഷൂട്ട് ചെയ്തെങ്കിലും ആ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കാനാണ് തോന്നിയത്. അപ്പോൾ ഞാനൊന്നും എടുത്തില്ല. അങ്ങനായി. പിന്നെ ഓക്കെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ആൾക്കാർക്ക് താങ്ക് യു സോ മച്ച്. ആണ് ഇതേപോലുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് കണ്ടന്റ് ആയിട്ട് വരുന്നവരെ ബൈ.